and to drove down to the driveway but began to run more smoothly as turned down Grass Street. ഗ്രാസ് അവിടുന്ന് തിരിക്കുക, ഗ്രാസ് അല്ലേ ഇറങ്ങുന്നോടത്ത് ഗ്രാസിന് പുല്ലിൻ്റെ ഒരു ചെറിയൊരിതുണ്ട്, അങ്ങോട്ട് വളച്ച് തിരിച്ച് എങ്ങനെയൊക്കെ റോഡിലേക്ക് എത്തിച്ചു. മിസ്റ്റർ Oddscorley, who Dr. Benson was his Mr. Oddscorley, who Dr. Benson was on his way to visit, already had almost a dozen children, but it seemed to the doctor that never once too she had a baby in a good weather. അപ്പോൾ ഓഡ്സോർലി എന്ന ആളാണ് വിളിച്ചത്, അദ്ദേഹത്തിനാണ് ഒരു ബേബി ഉണ്ടാവാൻ പോകുന്നത്, അവരുടെ ഭാര്യയുടെ പ്രസവത്തിനാണ് ആര് പോകുന്നത്, ഡോക്ടർ പോകുന്നത്. നോർ ഡേ ലൈറ്റ് ആൻഡ് വൈൽ ദ ഡോക്ടർ ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ. ഡോക്ടർ ബെൻസൺ ആരാണ്, ഒരു കൺട്രിയിൽ താമസിക്കുന്ന ഒരു ഡോക്ടറാണ്. ഹി വാസ് സ്റ്റിൽ എ യങ് മാൻ ആൻഡ് കുഡിൻ ഫൈൻഡ് ടു പ്ലേഷർ ഹിസ് ഫാദർ. ദ ഓൾഡ് ഡോഗ് ബെൻസൺ ഹാഡ് ഫൗണ്ട് ടു സീയിങ് ഔട്ട് ദ ഫാദർ ഓൾവേസ് 2 or 3 babies behind the payment of his baby bills. അപ്പം ബേബി ബിൽസോട് കൂടി എത്രയോ ബേബീസിന് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കഴിവുള്ള ഡോക്ടറാണ്, പ്രൊഫഷനോട് കൂറുള്ള ഡോക്ടർ. അതുകൊണ്ട് പിന്നെ ഈ സെക്ഷൻ സെക്കൻഡിലേക്കാണ് കഥ പോകുന്നത്. ഓക്കെ, It was a long ride to the Sorley farm, the sight of a man walking alone on the country road. അങ്ങനെ 2 മണിക്ക് ഇവരിങ്ങനെ യാത്ര പോയി ലാസ്റ്റ് റോഡിലുള്ള ഒരു സ്ട്രേഞ്ചർ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കാണുന്നു. നമ്മുടെ ട്വിസ്റ്റ് അവിടെ നിന്നാണ് സംഭവിക്കുന്നത് അല്ലേ. At scene just heard a light of a car was a welcome to relief to the doctor. He saw down and looked the man walking along the difficulty against the wind, the little package under his arm. അപ്പോൾ ഡോക്ടർ നല്ല കാറ്റടിക്കുന്നുണ്ട്, നടക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമ്മുടെ എന്ത് ചെയ്തു, ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് ആൻഡ് ഇൻവൈറ്റ് ദ മാൻ ടു റൈഡ്. ദ മാൻ ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ഭയങ്കര കാറ്റടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കുക. അപ്പോൾ ബെൻസൺ ചോദിക്കും, നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നു, കാർ നിർത്തുന്നു, നമ്മുടെ ആള് ഗോട്ട് ഇറ്റ് കയറുന്നു അല്ലേ. ദ മാൻ ഗോട്ട് ഇറ്റ്. ആർ യു ഗോയിങ് ഫാർ ആസ്ക്. പിന്നെ കാറിനുള്ളിൽ എത്തിയിട്ടോ. ഇനി നെക്സ്റ്റ് അവർ കാറിൻ്റെ ഉള്ളിൽ നിന്നുള്ള കോൺവെർസേഷൻ ആണ്. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ദ കോൺവെർസേഷൻ ഓഫ് ബെൻസൺ ആൻഡ് അയാളെ പേര് നമ്മൾ കിട്ടിയില്ല, ഡോക്ടർ ബെൻസനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ, കോൺവെർസേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം, പ്ലസ് ഇടാം, അവിടെ ഒരാളെ പേര് നോക്കാം അല്ലേ. ഡോക്ടർ ബെൻസൺ അൺബോട്ടഡ് ഹിസ് കോട്ട് ആൻഡ് അല്ല അതിന് മുമ്പ് എന്താ ഉള്ളത്, ഹി ഗോട്ട് ഇൻ. അദ്ദേഹം കാറിലേക്ക് കയറി. പിന്നെന്താ സംഭവിച്ചത് നോക്കാം. കമ്മിങ് ഇൻസൈഡ് ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് ആൻഡ് കാർ ആൻഡ് ഗോട്ട് ഇൻ. ആർ യു ഗോയിങ് ഫാർ. നിങ്ങൾക്ക് ദൂരത്തേക്കാണോ പോവേണ്ടത്. ഐ ആം ഗോയിങ് ഓൾ ദ വേ ഓഫ് ഡിട്രോയിറ്റ് സെഡ് ദാറ്റ് മാൻ. Rather the man is a small black eyes filled with tears from the wind. Could you give me a cigarette? നിങ്ങൾ എനിക്കൊരു സിഗരറ്റ് തരുമോന്ന്. കാരണം ആ വിൻഡ് അടിച്ചിട്ട് ഇയാളെ കണ്ണൊക്കെ ചുവന്നിരുന്നു, കണ്ണ് ചെറുതായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ നല്ല തണുപ്പും ഉണ്ട്, തണുത്ത അപ്പം നിങ്ങൾ എനിക്കൊരു സിഗരറ്റ് തരുമോ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ ബെൻസൺ അൺബോട്ടൺ ഹിസ് കോട്ട്. ഡോക്ടർ ബെൻസൺ പോക്കറ്റിൽ കൈയിട്ടു. ദെൻ റിമെമ്പേർഡ് ദ സിഗരറ്റ് ഇൻ ദ ഔട്ടർ പോക്കറ്റ് ഓഫ് ഹിസ്. അപ്പോഴാണ് ഉള്ളിലുള്ള അല്ല പുറത്താണല്ലോ ഇട്ട് ഓർമ്മപ്പെടുത്തി പുറത്ത പോക്കറ്റ് കൈയിടുന്നു. ഹി ടുക്ക് ഔട്ട് ദ പാക്കറ്റ് ആൻഡ് ഗേവ് ഹിംസ് എ റൈഡർ ഹു ദെൻ ലുക്ക്ഡ് അറ്റ് ഹിസ് പോക്കറ്റ് ആൻഡ് ഫോർ മാച്ച്. വെൻ ദ സിഗരറ്റ് വാസ് ലൈറ്റഡ് ദ മാൻ ഹെൽഡ് എ പാക്കറ്റ് ഓഫ് മൊമെന്റ് ആൻഡ് ആസ്ക്ഡ്, ഡു യു മൈൻഡ് മിസ്റ്റർ if you take another, held a packet of moment, then asked, do you mind mister I take another cigarette for later. എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി തരുമെന്നാണ്. അയാൾ ഇതിങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ സിഗരറ്റിൻ്റെ ഇതുകൊണ്ട് പ്രകാശം അയാളെ മുഖത്തേക്ക് അടിക്കുന്നു. ദ റൈഡർ ഷൂക്ക് ദ പാക്കറ്റ്, റിമൂവ് ദ അനദർ സിഗരറ്റ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എ ഡോക്ടർ ടു ആൻസർ. ഡോക്ടറോട് ചോദിക്കാതെ തന്നെ പിന്നെ എന്ത് ചെയ്യുന്നു, അയാൾ എക്സ്ട്രാ ഒരു സിഗരറ്റും കൂടി എടുക്കുന്നു. ഡോക്ടർ ബെൻസൺ ഫെൽറ്റ് ആൻഡ് ഹാൻഡ് ടച്ച് ഹിസ് പോക്കറ്റ്. ഓക്കെ, ഐ വിൽ പുട്ട് ദം ബാക്ക് ഇൻ യുവർ പോക്കറ്റ്. നിങ്ങൾ അങ്ങനെ എൻ്റെ സിഗരറ്റ് എടുക്കണം, അത് ഞാൻ ഓർഡർ എടുക്കുമെന്ന് പറയും ബെൻസൺ. ദെൻ ലിറ്റിൽ ഫെലോ ഡോക്ടർ ബെൻസൺ പുട്ട് ഹിസ് ഹാൻഡ് ഓൺ ക്വിക്ലി ടു റിസീവ് ദ സിഗരറ്റ് ആൻഡ് വാസ് ലിറ്റിൽ ഇമിറ്റേറ്റഡ് ടു ഫൈൻഡ് ദം ഓൾറെഡി ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ വീണ്ടും അതിങ്ങോട്ട് എടുത്തെടുത്ത് ഇവരിങ്ങനെ രണ്ടാൾ തമാശക്ക് ഇങ്ങനെ കളിക്കുന്നു. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഡോക്ടർ ബെൻസൺ സെഡ്, യു ആർ ഗോയിങ് ടു ഡിട്രോയിറ്റ്. സോ യു ആർ ഗോയിങ് ടു ഡിട്രോയിറ്റ് എന്നാണ് വേറൊരു പ്ലേസ് ആണ്. ഇവർ കാറിൽ പോകണം. അപ്പോൾ നിങ്ങൾ അവിടേക്കാണോ പോകുന്നത്. ഐ ആം ഗോയിങ് ടു ഔട്ട്ലുക്ക് ടു വർക്ക് ഇൻ മൈ ഓട്ടോമൊബൈൽ പ്ലാന്റ്. ഞാൻ എൻ്റെ ഓട്ടോമൊബൈൽ പ്ലാന്റ്സിൻ്റെ അങ്ങോട്ട് ചെറിയ ജോലി ആവശ്യാർത്ഥം ഞാൻ എൻ്റെ ഓട്ടോമൊബൈൽ പ്ലാന്റ്സിലേക്കാണ് പോകുന്നത്. അറിയൂ മെക്കാനിക്, നിങ്ങളൊരു മെക്കാനിക്കാണോ. മോർ ഓർ ലെസ് ഐ ഹാവ് ബിൻ ഡ്രൈവിംഗ് ടു ട്രക്ക് സിൻസ് എ വാർ എൻഡഡ് ബട്ട് ഐ ലോസ് മൈ ജോബ് അബൌട്ട് 1 month ago. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, 1 മാസം മുമ്പ് ആ ജോബ് നഷ്ടപ്പെട്ടു. വെർ യു ഗോ ആർമി ഡ്യൂറിങ് ദ വാർ. നിങ്ങൾ ആർമിയിലാണോ, പട്ടാളക്കാരനാണോ. ഐ വാസ് ഇൻ ദ ആംബുലൻസ് സെക്ഷൻ റൈറ്റ് അപ്പ് അറ്റ് ദ ഫ്രണ്ട്, ഡ്രോവ് ദ ആംബുലൻസ് ഫോർ 4 years. Okay. Then it's so that said Dr. Benson, I am a doctor myself. Dr. Benson is my name. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് ബെൻസൺ എന്നാണ്, ഞാനൊരു ഡോക്ടറാണ്. ബെൻസൺ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നു. I thought this car smelled like pills. The man laughed. Then he added seriously, my name is Ivan.
ആരാണ്? മൈ നെയിം ഈസ് ഇവാൻ, എൻ്റെ പേര് ഇവാൻ എന്നാണ്, എൻ്റെ പേര് ഇവാൻ. അപ്പോൾ ഇവാനും ബെൻസണുമായി നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സിനെ പേര് കിട്ടി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് സ്ട്രേഞ്ചർ എന്ന് വൺ വേർഡ് ചോദിച്ചാൽ എന്താണ് ആൻസർ? ഇവാൻ. കുഡ് യു ഹാവ് തോട്ട് വെൽ ഓഫ് ഇവാൻ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവാന്റെ ചിന്തകളാണ് അല്ലേ. അപ്പോൾ എക്സ്പ്ലെയിൻ ദ, ഇതാണ് നമ്മളെ എന്ത്? അപ്രിസിയേഷൻ. ഓക്കെ, മീൻസ് ഇവിടെ എഴുതാം അപ്രിസിയേഷൻ. നമ്മൾ അപ്രിസിയേഷൻ ചോദിച്ചാൽ ഈ സ്റ്റോറിന്റെ കണ്ടന്റ് ആണ്. മീൻസ് പറഞ്ഞ കഥ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയുടെ കണ്ടന്റ് ആണ് പറയേണ്ടത്. അറ്റ് ലാസ്റ്റ് ഡോക്ടർ നോട്ടീസ് എ ലോങ്, അതല്ലല്ലോ നമ്മൾ എവിടെ എത്തി? അറിയൂ ദ ആർമി ഡ്യൂറിങ് വാർ? യെസ്. അങ്ങനെ അവർ പരിചയപ്പെട്ടു. എൻ്റെ പേര് ബെൻസൺ ആൻഡ് മൈ നെയിം ഈസ് ഇവാൻ അല്ലേ. The road long silently a few minutes and the moved himself on the seat and placed his package on the floor. അങ്ങനെ ഇവരിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കാർ ഇങ്ങനെ പോവാണ്. ഇവർ യാത്ര തുടർന്നു. As the man learned over, Dr. Benson caught his first good look at the small cat-like face. അപ്പോൾ ബെൻസൺ എന്താണ്? ആഫ്റ്റർ ദ മാൻ ആൻഡ് ലേൺ അവർ ഡോക്ടർ ബെൻസൺ, അപ്പോഴാണ് ബെൻസൺ അയാളെ മുഖത്തേക്ക് നോക്കുന്നത്. അയാൾ നിഷ്കളങ്കനാണോ എന്നൊരു സംശയം. നമ്മുടെ ബെൻസൺ, ദ ഡോക്ടർ ഓൾസോ നോട്ടീസ് ദ ലോങ് ഡീപ്പ് സ്കാർ ഓഫ് ദ മാൻസ് ചീക്ക്. മേൻ്റെ ചീക്ക്, കവിളിലെ ഒരു സ്കാർ, ഒരു അടയാളം നോക്കിയപ്പോൾ ബ്രൈറ്റ് ആൻഡ് റെഡ് ലുക്കിംഗ് ത്രൂ ഇറ്റ് ദ റീസൺ ഒറിജിൻ. ഹി തോട്ട് മിസ്സസ് ഓട്ട്സോൾ ആൻഡ് റീച്ച്ഡ് ഫോർ ഹിസ് വാച്ച്. ഹിസ് ഫിംഗേഴ്സ് വെൻ ഡീപ്പ് ഇൻ ടു ദ പോക്കറ്റ് ബിഫോർ ദ റിയലൈസ്ഡ് ദാറ്റ് ഹിസ് വാച്ച് വാസ് നോട്ട് ദർ. എന്താ സംഭവിച്ചത്? നമ്മുടെ പിന്നെ ഐ തോട്ട് ദിസ് കാർ സ്മെൽഡ് ലൈക്ക് പിൽസ്. ഹിസ് മാൻ ലോഫ്ഡ്. നമ്മുടെ ഇവാൻ എന്ത് ചെയ്തു? ഇവാൻ പറയാം ഐ തോട്ട് ദിസ് കാർ സ്മെൽഡ് ലൈക്ക് പിൽസ്. ഈ കാർ ഒരു ലൈക്ക് സ്മെല്ല് ചെയ്യുന്നു, ലൈക്ക് പിൽസിനെ സ്മെല്ല് ചെയ്യുന്ന ചിരിച്ച് കളിയാക്കണം ആര്? ഇവാൻ. ദെൻ ഹി ആഡഡ് മോർ സീരിയസ്ലി മൈ നെയിം. അപ്പോഴാണ് പിന്നെയാണ് ഞാൻ ഇവാനാണെന്ന് പറയുന്നത്. ദേ റോഡ് അലോങ് സൈലന്റ്ലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് റൈഡർ മൂഡ് ഹിംസെൽഫ് ദിസ് ആൻഡ് പ്ലേസ്ഡ് ഹിസ് പാക്കേജ് ഓൺ ദ ഫ്ലോർ. ആസ് ദ മാൻ ലേൺഡ് ഓവർ, ഡോക്ടർ ബെൻസൺ കോട്ട് ഹിസ് ഫസ്റ്റ് ഗുഡ് ലുക്ക് ഓൺ ദ സ്മെൽ കാറ്റ് ലൈക്ക് ഫേസ്. അങ്ങനെ എവിടെ എത്തി? ബെൻസൺ അവിടെ എത്തി, അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് ഏർപ്പെട്ടു. ദ ഡോക്ടർ ഓൾസോ നോട്ടീസ് എ ലോങ് ഡീപ്പ് സ്കാർ ഓഫ് ദ മാൻസ് ചീക്ക്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഇവാൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു, കവിൾ ശ്രദ്ധിച്ചിരുന്നു. ബ്രൈറ്റ് ആൻഡ് റെഡ് ലുക്കിംഗ്, അവിടെ എന്താണ്? ബ്രൈറ്റ് ആൻഡ് റെഡ് ലുക്കിംഗ്, ഒരു റെഡ് കളർ ലുക്കിംഗ് ആണ് ഫേസ്. ആൻഡ് റീസൺ ദ ഒറിജിൻ. ഹി തോട്ട് മിസ്റ്റർ ഔട്ട് സ്റ്റോറി ആൻഡ് റീച്ച്ഡ് ഫോർ ഹിസ് വാച്ച്. അങ്ങനെ പെട്ടെന്നാണ് വാച്ച് നഷ്ടപ്പെട്ടത് മനസ്സിലായതും എന്ത് ചെയ്തു? ഓട്സോർലി ആരാണ്? നമ്മുടെ ഫ്രണ്ടാണ്. ആ ഫ്രണ്ടിൻ്റെ ഭാര്യക്കാണ് പ്രസവവേദന നോക്കാനാണ് ആര് പോകുന്നത്? നമ്മുടെ ബെൻസൺ ഡോക്ടർ പോകുന്നത്. ആൻഡ് റീച്ച്ഡ് ഫോർ ഹിസ് വാച്ച്. അങ്ങനെയാണ് പിന്നീട് വാച്ച് നഷ്ടപ്പെട്ടതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് വാച്ച് കിട്ടുന്നതും. ഹിസ് ഫിംഗേഴ്സ് വെൻ ഡീപ്പ് ഇൻ ഹിസ് പോക്കറ്റ്. ഫിംഗേഴ്സ് പോക്കറ്റിലേക്ക് ഇട്ടപ്പോൾ എന്ത് ചെയ്തു? ബിഫോർ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് വാച്ച് വാസ് നോട്ട് ദർ. അപ്പോൾ പോക്കറ്റിൽ എന്തില്ല? പോക്കറ്റിൽ വാച്ചില്ലായിരുന്നു. അപ്പോൾ വാച്ച് ആരെടുത്തു എന്നാണ് പറയുന്നത്? ദെൻ സെക്ഷൻ 3 നമ്മൾ പിന്നെ നെക്സ്റ്റ് ഇതിൽ ഫോളോ അപ്പ് വരുന്നത് വാച്ച് കാണുന്നില്ല. നെക്സ്റ്റ് ഡോക്ടർ ബെൻസൺ മൂഡ് ഹിസ് ഹാൻഡ് വെരി സ്ലോലി ആൻഡ് വെരി കെയർഫുള്ളി ബിലോ ദ സീറ്റ് അണ്ടർ ദ ഫെൽറ്റ് ഓഫ് ലെതർ സീറ്റിൽ അവിടെയൊക്കെ നമ്മുടെ ഈ ബെൻസൺ നമ്മുടെ ഡോക്ടർ വാച്ച് തരികയാണ്, പക്ഷേ വാച്ച് കിട്ടുന്നില്ല. വിച്ച് ഓൾവേസ് ക്യാരിഡ് വിത്ത് ഹിസ് ഓട്ടോമാറ്റിക് പിസ്റ്റൾ. അതേ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ അത് എടുത്തിട്ടുണ്ടല്ലോ, പിസ്റ്റളും വാച്ച് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. ഹി ഡ്രൂ ദ പിസ്റ്റൾ സ്ലോലി ആൻഡ് ഹെൽഡ് ഇറ്റ് ഡാർക്ക്നെസ് ഹിസ് സൈഡ് ആൻഡ് ഡോക്ടർ ബെൻസൺ സ്റ്റോപ്പ് ദ കാർ ക്വിക്ലി ആൻഡ് പുഷ് ഹിസ് ഗൺ ഇൻ ടു ദ ഇവാൻ സൈഡ്. പെട്ടെന്നാണ് ഇയാൾ തോക്കെടുത്ത് ഇവാൻ നമ്മുടെ ഇവാനില്ലേ നമ്മുടെ സ്ട്രേഞ്ചറിന് നേരെ ചൂണ്ടി. സ്ട്രേഞ്ചർ പറഞ്ഞു എൻ്റെ വാച്ച് എവിടെ? അയാൾ ഭയങ്കര ഭീഷണി സ്വരത്തിൽ തോക്ക് ചൂണ്ടിച്ചു, എൻ്റെ വാച്ച്. ദ റൈഡർ ജംപ്ഡ് വിത്ത് ദ ഫിയർ ആൻഡ് പുട്ട് ഹാൻഡ്സ്. അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. അയാൾക്ക് ഭയം തോന്നിയില്ലേ, കാരണം തോക്കുകൊണ്ട് ഇയാൾ വീടൊക്കെ കൊല്ലുമെന്നൊരു പേടി ഇവാനും ഉണ്ട്. മൈ ഗോഡ് മിസ്റ്റർ, ഐ വിസ്പേർഡ്, ഐ തോട്ട് യു. അപ്പം ഞാൻ എടുത്തിട്ട് അയാൾ ഇങ്ങനെ പിറുപിറുക്കുന്നത് എനിക്കറിയില്ല. ഡോക്ടർ ബെൻസൺ പുഷ്ഡ് ദ പിസ്റ്റൾ സ്റ്റിൽ ഡീപ്പർ ഇൻ ടു ദ മാൻ സൈഡ്. അപ്പോൾ ഡീപ്പറായിട്ട് ഇങ്ങനെ അമർത്തി വെക്കുകയാണ്. സത്യം പറയാം എൻ്റെ വാച്ച് എവിടെയെന്നാണ് അയാൾ ഹരാസ് ചെയ്യുന്നു. ദെൻ റിപ്പീറ്റ് ദ കോഡ്ലി
പുട്ട് ദാറ്റ് വാച്ച് ഇൻ മൈ പോക്കറ്റ് ബിഫോർ ലെറ്റ് ദിസ് ഗൺ ഓഫ്. ഞാൻ ഗൺ ഇവിടെ വെക്കണമെങ്കിൽ എൻ്റെ പോക്കറ്റിലേക്ക് ഈ എടുത്ത വാച്ച് എൻ്റെ പോക്കറ്റിലേക്ക് തിരിച്ചു വെച്ചോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇവാൻ പുട്ട് ഹിസ് ആൻഡ് ഹിസ് ഓൺ വെസ്റ്റ് പോക്കറ്റ് ആൻഡ് ലേറ്റർ. അപ്പോൾ ഇവാൻ എന്ത് ചെയ്തു, ഇവാൻ്റെ പോക്കറ്റിൽ നിന്ന് വാച്ച് എടുത്തിട്ട് ആർക്ക് കൊടുക്കുന്നു, ബെൻസന് കൊടുക്കുന്നു. ആൻഡ് ട്രംബ്ലിംഗ് ഹാൻഡ്സ്, കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു സസ്പീഷൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ആ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഇവാൻ്റെ വാച്ചാണ് എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രൈ ടു പുട്ട് ദ വാച്ച് ഇൻ ദ ഡോക്ടേഴ്സ് പോക്കറ്റ്. എന്ത് ചെയ്തു, ഡോക്ടർ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് വിത്ത് ഹിസ് ഫ്രീ ഹാൻഡ് ഡോക്ടർ ബെൻസൺ പുഷ് ബി വാച്ച് ഡൗൺ ആൻഡ് ഹിസ് പോക്കറ്റ്. അങ്ങനെ കിട്ടിയല്ലോ, ഉള്ളോട്ട് പോക്കറ്റിലിട്ടു. ദെൻ ഹി ഓപ്പൺ ദ ഡോർ ആൻഡ് ഫോഴ്സ് ദ മാൻ ഔട്ട് ഓഫ് ദ കാർ. ഈ പോടാന്ന് പറഞ്ഞിട്ട് ഉന്താണ് പുറത്തേക്ക്, നമ്മുടെ ഈ സ്ട്രേഞ്ചറെ ഉന്തി തള്ളിയിടുന്നു. അപ്പോൾ ഇത് പിന്നെ ഒരു അനലൈസേഷൻ നമ്മൾ എക്സാമിന് ചോദിക്കും. ദ സ്റ്റോറി, ഈ സ്റ്റോറിയിൽ മിസിപ്പ പറഞ്ഞൊരു പാരഗ്രാഫാണ് ആ ഒരു ട്വിസ്റ്റായിട്ട് സംഭവിക്കുന്നത്. എന്തിന് പിന്നെ അദ്ദേഹം അത് റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു മിസ്റ്റേക്ക് ആയി. അപ്പോൾ വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് ദ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് മിസ്റ്റേക്ക്, ഇയാളെ ഉന്തി പുറത്താക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് സെന്റൻസ്, ഡോക്ടർ ബെൻസൺ സ്റ്റേർഡ് ദ കാർ ക്വിക്ലി ആൻഡ് വിൻ ക്ലോസ് ദ ഡോർ ആൻഡ് ഹി പുട്ട് ദ pistol back. He drive the motion and surely from this farm and feared and sorely that one his older body down and with a lantern to help that his across. അത് അവിടെ എത്തി, അദ്ദേഹം ഹെൽപ്പ് ചെയ്തു. ആ സംഭവം അദ്ദേഹത്തെ ജോലി കഴിഞ്ഞു. മിസ്റ്റർ സ്കോഴ്സ്, ആരാണ് മിസ്റ്റർ സ്കോഴ്സ്? അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ പോകുന്നത് അല്ലേ. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്തു, മിസ്സസ് കോഹ്ലി മെയിൻലി പ്രീവിയസ് എക്സ്പീരിയൻസ് ഈ ബ്രിങ് ദ ചിൽഡ്രൻ. അദ്ദേഹത്തിന് നല്ല പ്രീവിയസ് എക്സ്പീരിയൻസ് കുട്ടികളെ എടുത്തിട്ടുള്ള, അദ്ദേഹം ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലേ. അതുമാണ് പിന്നെ എന്താണ്, ഒരു പ്രസവത്തിന് കുട്ടികൾ എടുക്കുന്ന ആളും കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഡോക്ടറാണ്. ഇൻ ടു വേൾഡ് അപ്രീഷ്യസ് ഹെൽപ്പ് ടു ഗ്രേറ്റ്ലി ബിക്കോസ് ഷീ delivered his child with a little difficulty and there was no need for a Dr. Benson's part. The instrument is long bag. അപ്പോൾ ലോങ് ബാഗിൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യമൊന്നും വന്നില്ല, കൈകൾ കൊണ്ട് തന്നെ ആ കുട്ടിയെ അദ്ദേഹം പുറത്തെടുത്തു. ആ ഒരു പ്രസവം കഴിഞ്ഞു. ആഫ്റ്റർ എ വാസ് ഈസ് ഓവർ ഹവർ ഡോക്ടർ ബെൻസൺ ടുക്ക് ദ സിഗരറ്റ് ആൻഡ് സാറ്റ് ഡൗൺ ടു സ്മോക്ക്. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം അത് സിഗരറ്റ് വലിച്ചിരിക്കുന്നു. പിന്നെ ലാസ്റ്റാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് baby was delivered about 30 minutes ago. Right now walked into the lamp on the table and he stared strangely to the watch in the hand. പെട്ടെന്നാണ് അദ്ദേഹം അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ strangely at the watch in his hand, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വീണ്ടും ആ വാച്ച് വന്നു. അതെങ്ങനെ വന്നു? ദ ക്രിസ്റ്റൽ വാസ് ക്രാക്ക്ഡ്. ആ വാച്ച് എന്തായിരുന്നു, ക്രാക്ക് ചെയ്തിരുന്നു അല്ലെ, പൊട്ടിയിരുന്നു. കാരണം ദ ടോപ്പ് വാസ് ബ്രോക്കൺ, മുകളിൽ ചെറിയൊരു വര വീണ്ടും ഒരു പൊട്ടൽ വന്നിട്ടുണ്ട്. ഹി ടേൺ ദ വാച്ച് ഓവർ ദ ഹെൽഡ് ഹീസ് ക്ലോസസ്റ്റ് ടു ലാംപ് ആൻഡ് ഹി സ്റ്റഡീഡ് ദ വോൺ ഇൻസ്ക്രിപ്ഷൻ ദർ. അപ്പോൾ അദ്ദേഹം നോക്കുകയാണ്, പഠിച്ചത് എൻ്റെ വാച്ച് അല്ലല്ലോ, കറക്റ്റ് നോ. ദെൻ ടു പ്രൈവറ്റ് ടി ഇമ ആംബുലൻസ് സെക്ഷൻ ഹൂസ് പേഴ്സണൽ ബ്രേവ്ലി പ്രിസർവ് ദ ലൈഫ്സ് ഓഫ് മൈ ദ നവംബർ. അപ്പോൾ എന്താ ലാസ്റ്റ് എന്താ അതിൽ മനസ്സിലാവുന്ന കാര്യം, നമ്മുടെ ഇവാൻ എന്ന് പറയുന്ന ആള് വാച്ച്, അയാൾ ഒരു കള്ളനല്ല, അയാൾ വാച്ച് എടുത്തിട്ടില്ല. ഇവാൻ്റെ വാച്ചാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്തിട്ടില്ല, ഒറിജിനൽ വാച്ച് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് എടുത്തിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു കഥ ഒരു സസ്പീഷ്യൻസ് ആയി ത്രില്ലറായിട്ട് ഈ ഒരു കഥ അവസാനിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മിസ് പറഞ്ഞ കണ്ടന്റ് ആണ് നമ്മുടെ അപ്രീസിയേഷൻ ആയിട്ട് നിങ്ങൾ എസ്സേക്ക് എക്സാമിന് കൊടുക്കേണ്ടത്. ഓക്കെ.